ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ ദം ബിരിയാണിയാണ്. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന 5 ഫ്രഷ് ചിക്കൻ 10 പീസാക്കി കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി. ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. ഇതുപോലെ അടുത്ത മസാല പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഉള്ളതാണ്. അതിനകത്തിൽ ഇഞ്ചി ഒരു വലിയ പീസാണ് എടുത്തിരിക്കുന്നത്, വെളുത്തുള്ളി ഒരു വലിയ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു പിഞ്ച് പുതിന ഇല, ഒരു പിഞ്ച് മല്ലിയില, പച്ചമുളക് 5-6 എണ്ണം, ഇത്രയും ഇട്ട് നല്ലതായിട്ട് ഇത് അരച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. രണ്ട് നാരങ്ങ നീരാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്, അതും ഇതിലേക്ക് ആഡ് ചെയ്യണം. അടുത്തതായിട്ട് 5 സ്പൂൺ യോഗേർട്ടാണ്, തൈരാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഇതുപോലെ മസാലകളെല്ലാം ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉപ്പും ചെക്ക് ചെയ്യാൻ സാധിക്കും ഈ സമയത്ത് തന്നെ. ഇനി നമ്മൾ ഇതുപോലെ ചിക്കൻ ഇതിലേക്കിട്ട് എല്ലാത്തേലും നല്ലതായിട്ട് മസാല പിടിപ്പിക്കണം. ഇതുപോലെ ഞാൻ ചിക്കനിൽ മസാലയെല്ലാം പുരട്ടിയിട്ടുണ്ട് നല്ലതായിട്ട്. ഇനി ഞാനൊരു 12 മണിക്കൂർ ഇത് വെക്കുന്നുണ്ട്, ഇതിൽ മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നെങ്കിൽ മാത്രം അതിൻ്റെ ആ ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. 3 മണിക്കൂർ വെളിയിൽ വെച്ചതിന് ശേഷം ബാക്കി സമയം ഫ്രിഡ്ജിനകത്ത് എടുത്തു വെക്കും. 20 ഉള്ളിയാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്, മസാലയ്ക്കും അതുപോലെ വറുത്തെടുക്കുവാൻ വേണ്ടിയിട്ട്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. 4 നാരങ്ങ പിഴിഞ്ഞെടുത്ത നീരാണ് ഈ കാണിക്കുന്നത്. പുതിനയില കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്, 2 പിടിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. മല്ലിയിലയും പുതിനയും എല്ലാം 2 പിടി വീതം എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് വറക്കാൻ വേണ്ടിയാണ്, അത് 1 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഉണക്ക മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിന എല്ലാം കൂടെ അരച്ചതാണ്. റൈസിന് വേണ്ടിയിട്ടുള്ള കറുകപ്പട്ടയൊക്കെയാണ് ഇത്. ഇന്ത്യ ഗേറ്റിൻ്റെ 4.5 കിലോ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഉള്ളിയാണ് വറുത്തെടുക്കുന്നത്. അത് 10 എണ്ണമാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. ടോട്ടൽ 20 എണ്ണം എടുത്തായിരുന്നു, അതിൽ 10 എണ്ണമാണ് ഞാനിതുപോലെ വറുത്തെടുക്കുന്നത്. ഈ സമയത്ത് തന്നെ അരിയും റെഡിയാക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള മസാല, ആവശ്യത്തിനുള്ള വെള്ളം, അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഓയിൽ, 2 ടീസ്പൂൺ നാരങ്ങ നീര്, 2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ഇതിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 15 മിനിറ്റ് കുതിർത്ത് വെച്ച അരിയാണ് വേവിച്ചെടുക്കുന്നത്, ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ അരി ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതുമായിട്ടെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം, അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി. ഉള്ളിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു ബ്രൗൺ കളർ ആകാറാകുമ്പം അതിലേക്ക് 1/2 ടീസ്പൂൺ ഷുഗർ, അതുപോലെ തന്നെ ശകല ഉപ്പും ഇതുപോലെ ഇട്ട് കൊടുക്കണം. അന്നേരം അത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ലതായിട്ട് എന്നതിന് ശേഷം ഇളക്കി കൊടുക്കണം. ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇത് കോരിയെടുത്ത് മാറ്റാം. അടുത്തതായിട്ട് അണ്ടിപ്പരിപ്പാണ് വറുത്തെടുക്കുന്നത്. ഉള്ളിയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്, കണ്ടോ? നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത്. അടുത്തതായിട്ട് ഉണക്കമുന്തിരിങ്ങയാണ് വറുത്തെടുക്കുന്നത്. എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്, കണ്ടോ? ഇത് അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തതാണ്. ആവശ്യത്തിനുള്ള പുതിന ഇല അരിഞ്ഞെടുത്തതാണ്. ആവശ്യത്തിനുള്ള മല്ലിയില അരിഞ്ഞെടുത്തിരിക്കുകയാണ്. റൈസൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. കറക്റ്റ് പരുവെന്ന് വെച്ചാൽ നമ്മൾ റൈസ് കയ്യിലെടുക്കുമ്പോൾ ഒരു പകുതി വേവ് മതി. എന്ന് വെച്ചാൽ നമ്മൾ ദം ചെയ്യുമ്പോഴും ഇത് ആവിയിലിരുന്ന് വേകുന്നുണ്ട്. അതുകൊണ്ട് പകുതി മാത്രം ഇത് വെന്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ 10 ഉള്ളി ഉണ്ടായിരുന്നു. പകുതി ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. ബ്രൗൺ കളർ ആകാറാകുമ്പം 1 സ്പൂണ് ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിന, മല്ലിയില എല്ലാം കൂടെ അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് ഓൾമോസ്റ്റ് 2 ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടുത്തതായിട്ട് 3 തക്കാളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിയും ടൊമാറ്റോയും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശകലം എണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി, ഞാൻ 1 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതുപോലൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. കണ്ടോ? എന്നാലേ അതിൻ്റെ പച്ചപ്പൊക്കെ മാറത്തുള്ളൂ. നല്ല ടേസ്റ്റി ആയിരിക്കും മസാല എടുക്കുമ്പോൾ. അതിനുശേഷം നമ്മൾ മറ്റു മസാലകളും ഇതിലേക്ക് ആഡ് ചെയ്യണം. മറ്റു മസാലകൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡർ. ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതായിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്യണം. ആ എണ്ണയിൽ തന്നെ കിടന്നൊന്ന് മുരിയണം, ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ പെപ്പർ പൊടിയാണ്, കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ. അതിനുശേഷം നമ്മുടെ ഉള്ളിയുമായിട്ടും ടൊമാറ്റോയും എല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇളക്കിയെടുക്കണം. എന്നെങ്കിൽ മാത്രമേ അതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ആകണം. എന്നിട്ട് വേണം നമ്മളിത് ചിക്കനിലേക്ക് ആഡ് ചെയ്യാൻ. ചിക്കൻ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട്, കണ്ടോ? അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഈ ചിക്കനിനകത്തോട്ട് ആഡ് ചെയ്യണം ഇതുപോലെ. എന്നിട്ട് നല്ലതായിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ നല്ലതായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ആവിയിൽ ഇത് വേവിച്ചെടുക്കണം. ഇതുപോലെ ദം ചെയ്യാൻ വേണ്ടി വാഴയില ഇട്ട് നെയ്യും തേച്ച് റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്.
ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ചെക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊന്ന് കുത്തുന്നൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി തുറന്നു വെച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. ആദ്യം ചട്ടിയുടെ അടിയിൽ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് വാഴയില ഇട്ടിരിക്കുന്നത്. വാഴയില നല്ലതായിട്ട് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. അതിനുശേഷം മല്ലിയിലയാണ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യത്തെ ലെയറാണ്. അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് റൈസാണ്. അതിൻ്റെ അടുത്ത ലെയർ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നാരങ്ങ നീരാണ് ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തത് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 സ്പൂൺ നെയ്യ് എടുത്തിട്ട് അത് മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ സാഫ്രോൺ മിൽക്കിൽ മിക്സ് ചെയ്തെടുത്തതാണ്. അതിലും 1 സ്പൂണ് നമ്മളിതുപോലെ ഇട്ട് കൊടുക്കണം. അടുത്ത ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചിക്കനാണ്. അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഉള്ളി വറുത്തെടുത്തതാണ്. അതാണ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നട്ട്സാണ്. കശുവണ്ടിയും അതുപോലെ തന്നെ ഉണക്കമുന്തിരിങ്ങ വറുത്തത് എല്ലാം അതിലേക്ക് ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം പുതിന ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോ ലെയറാക്കി നമ്മൾ എടുക്കണം. അടുത്ത ലെയർ നമ്മൾ പിന്നെയും തുടങ്ങുകയാണ്. ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ലെയറെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4 ലെയറോളം നമ്മൾ ഇട്ട് കൊടുത്തു. അടുത്തത് നമ്മൾ വാഴയില വെച്ച് ഇത് ക്ലോസ് ചെയ്യുവാണ്. ആ ഇലയുടെ മണമൊക്കെ നല്ലതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടപ്പെല്ലാം അടച്ചു വെച്ചതിന് ശേഷം ഞാൻ അലൂമിനിയം ഫോയിൽ വെച്ച് നല്ലതായിട്ട് ഇത് കവർ ചെയ്യുവാണ്. ഇതിനകത്തിൽ എയർ ഒന്നും വെളിയിലോട്ട് പോകാതിരിക്കാതെ നല്ല ടൈറ്റായിട്ട് ഇതുപോലെ നല്ലതായിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ? ഇനിയിപ്പം നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഇട്ട്, ഞാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ചെറിയ ഫ്ലെയിമിൽ ഓൺ ഓഫ് ചെയ്ത് ആവി ഇതിലേക്ക് കൊണ്ടുവരുവാണ്.
ഞാൻ അരമണിക്കൂറോളം ദം ബിരിയാണി ഇതുപോലെ ചെയ്തു. അതിന് ശേഷം ഓപ്പൺ ചെയ്യുകയാണ്. ഹായ്, നല്ല മണമാണ് വരുന്നത്. കണ്ടോ, നല്ല മസാലയുടെയും അതുപോലെ കറുകപ്പട്ടയുടെയും നല്ല ഇലയുടെയും എല്ലാം നല്ല മണം വരുന്നുണ്ട്. ഇതുപോലെ നിങ്ങളും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റിയാണ്.